ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ 2 ജാമ്യാപേക്ഷകളും കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും കോടതിയിൽ എത്തിച്ചു. ഇരുവരെയും SIT ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജ് ചേരുകയാണ്. അരുൺരാജ്, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ 2 ജാമ്യാപേക്ഷകളും വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കൊള്ള നടത്തുന്നതിനുള്ള വലിയ അവസരമാണ് സുധീഷ് കുമാർ തുറന്നിട്ടത് എന്നായിരുന്നു നേരത്തെയുള്ള കണ്ടെത്തൽ. പ്രത്യേകിച്ച് സുധീഷ് കുമാറിന് അറിയാമായിരുന്നു അത് സ്വർണം പൊതിഞ്ഞതാണ് എന്ന കാര്യം. അവിടെ ദ്വാരപാലക ശില്പങ്ങളിലൊക്കെ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം അത് മറച്ചുവെച്ച് ചെമ്പ് തകിടുകൾ എന്നാക്കി മാറ്റി. മഹസറിലും ചെമ്പ് തകിടുകൾ എന്ന് രേഖപ്പെടുത്തി. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ അവരുടെ ചിലരുടെ സാന്നിധ്യം അവർ ഇല്ലാതെ തന്നെ അവരുണ്ട് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നയാളാണ് ഈ സുധീഷ് കുമാർ. ഇപ്പോൾ വിജിലൻസ് കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും അവിടെ ഹാജരാക്കിയിട്ടുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ ഈ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പങ്കില്ല, ഇതിൽ പരിപൂർണമായ ഉത്തരവാദിത്തം തിരുവാഭരണ കമ്മീഷണർക്കാണെന്ന വാദമാണ് മുന്നോട്ട് വെച്ചത്. നമ്മൾ ഈ കേസിന്റെ തുടക്കം മുതൽ ഇപ്പോൾ ഈ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിലുള്ള വാദങ്ങളിൽ കാണുന്നത് പരസ്പരം പഴിചാരുകയാണ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളും ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ എടുത്ത നിലപാട് ഇത് കൂട്ടുത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉദ്യോഗസ്ഥ നിലയിൽ സുധീഷ് കുമാറിന്റെ പങ്ക് ഇഘട്ടത്തിൽ മാറ്റി നിർത്താൻ കഴിയില്ല. ഈ സ്വർണം പുറത്തേക്ക് പോയതിൽ സുധീഷ് കുമാറിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു. സുധീഷ് കുമാറിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ അത് തുടക്കം മുതൽ ഇത് തന്നെ ദുരൂഹത നിറഞ്ഞതാണ്. ഒരു ഗൂഢാലോചനയിൽ പോലും സുധീഷ് കുമാർ പങ്കെടുത്തിട്ടുണ്ടോ എന്ന സംശയം പോലും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുകയാണ്. ഒടുവിൽ ഈ പ്രോസിക്യൂഷൻ വാദം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇക്കാര്യത്തിൽ സുധീഷ് കുമാറിന്റെ 2 ജാമ്യാപേക്ഷയിലും തള്ളിയെന്ന ഒരു വിധി പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെയും ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇരുവരെയും കസ്റ്റഡിയിൽ വേണമെന്ന SIT ആവശ്യപ്രകാരമാണ് ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ 2 കേസിൽ പുതുതായി എത്തിയ മൊഴികളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നാണ് SIT കോടതിക്ക് മുമ്പാകെ ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ കോടതി ഇവരുടെ കസ്റ്റഡി കാര്യങ്ങളും സംബന്ധിച്ച തീരുമാനമെടുക്കും. 2 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ നിലവിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.